ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ വർഷത്തെ ഒരു മെയിൻ വീഡിയോ ആണ് കേട്ടോ. ഇത് തിരുവാതിര സ്പെഷ്യൽ വീഡിയോ ആണ്. ധനുമാസത്തിലെ തിരുവാതിര സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തിരുവാതിര കളി എന്താണെന്ന് ഉള്ളതിനെ കുറിച്ചിട്ടല്ല, ധനുമാസത്തിലെ തിരുവാതിരയുടെ പ്രത്യേകത എന്താണ് എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ തിരുവാതിര കളിക്കുന്ന ടീം എൻ്റെ ചേച്ചിയുടെ ടീമാണ്. അവർ പത്തനംതിട്ട കവിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ കളിച്ച വീഡിയോ ആണിത്. പക്ഷേ യൂട്യൂബിലേക്ക് വേണ്ടി ഒന്നും എടുത്തതല്ലാത്തതുകൊണ്ട് അത്രത്തോളം ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളില്ല. പക്ഷെ അത് ഈ ഒരു പ്രസക്തമല്ലാത്ത കാര്യമാണ്. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് ധനുമാസത്തിലെ തിരുവാതിര എന്നുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാടും പിന്നെ ചേച്ചി പറഞ്ഞു തന്നൊരു അറിവും അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയപരമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ ധനുമാസത്തിലെ തിരുവാതിര പൂർണ്ണമായ രീതിയിൽ വ്രതമെടുക്കുന്ന ഒരാൾ എൻ്റെ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയുടെ അറിവും ചേച്ചി പറഞ്ഞ കാര്യങ്ങളും അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന എൻ്റേതായ കുറച്ച് കാഴ്ചപ്പാടുകളും കാര്യങ്ങളും നമ്മൾ കേട്ടതും കണ്ടതും അല്ലെങ്കിൽ നമ്മൾ ആ ജീവിച്ചിരുന്ന സാഹചര്യത്തിനോട് യോജിക്കുന്ന രീതിയിലുള്ള കഥകളാണല്ലോ നമ്മൾ കേൾക്കുക. അപ്പോൾ അങ്ങനെ എനിക്കറിയാവുന്ന ധനുമാസത്തിലെ തിരുവാതിരയുടെ പ്രസക്തിയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. പണ്ട് കറുവാച്ചൗത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, നോർത്ത് ഇന്ത്യയിൽ കറുവാച്ചൗത്ത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മൾ കേരളക്കാർക്ക് ധനുമാസത്തിലെ തിരുവാതിര എന്നുള്ളത്. അപ്പം സ്റ്റോറിയൊക്കെ ഏകദേശം ഒരുപോലെയാണ്. വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെതായ രീതിയിലുള്ള മാറ്റങ്ങൾ അതിൽ വരുത്തുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ പണ്ടൊക്കെ ധനുമാസത്തിലെ തിരുവാതിര പണ്ടൊക്കെ ധനുമാസത്തിലെ തിരുവാതിര ആഘോഷിച്ചിരുന്നത് വൃശ്ചിക മാസത്തിലെ തിരുവാതിര മുതൽ ധനുമാസത്തിലെ തിരുവാതിര വരെയാണ്. ആ ഒരു 28 ദിവസം നോർമലി കുറച്ച് ആഘോഷപരമായിട്ട് സ്ത്രീകൾ എൻജോയ് ചെയ്ത് വ്രതമൊക്കെ അനുഷ്ഠിക്കുന്ന ഒരു സമയവും പിന്നെ അവസാനത്തെ മകയിരം തിരുവാതിര ഭയങ്കര ഒരു ആഘോഷരാവുമാണ്. അപ്പോൾ പീരീഡ്സിന്റെ സമയത്ത് മാത്രം മാറി നിൽക്കുക, ബാക്കി എല്ലാ സമയത്തും ഈ വ്രതത്തിൽ നിന്ന് മാറാതെ അങ്ങനെ നിൽക്കുക. അതാണ് ആ ഒരു സമയം ഉണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ പ്രാക്ടിക്കലായിട്ട് നടക്കാതെ വന്നിരുന്ന ഒരു കാലത്ത് അത് മാറി അവസാന 5 ദിവസം വ്രതം എടുക്കലായി. ഇപ്പൊ അതും ലോപിച്ച് അവസാന 2 ദിവസം മകയിരവും തിരുവാതിരയുമാണ് ഇപ്പോൾ പൊതുവെ നാട്ടിലെല്ലാവരും വ്രതം എടുക്കുന്നത്. മകയിരം മക്കൾക്കും തിരുവാതിര തൻ പുരുഷനും എന്നാണ് പറയുന്നത്. അപ്പോൾ തിരുവാതിര വ്രതം എടുക്കുന്നത് ഹസ്ബൻഡിന് വേണ്ടിയിട്ടും മകയിരം വ്രതം എടുക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടുമാണ്. അതായത് മക്കൾക്ക് നല്ല ഭാവി, നല്ല ജീവിതം, നല്ല കുടുംബം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഹസ്ബൻഡ് നന്നായിരുന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു കുടുംബം സ്ട്രോങ് ആയിരിക്കും അല്ലേ. ഹസ്ബൻഡ് സ്ട്രോങ് ആയിട്ടുള്ള കുടുംബം എപ്പോഴും സ്ട്രോങ് ആയിരിക്കും, മക്കൾക്കും എല്ലാ രീതിയിലും അത് നല്ലതായിരിക്കും. അപ്പം അതിനു വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു വ്രതമാണ് കേട്ടോ തിരുവാതിര വ്രതം. മകയിരം നാളിലെ എട്ടങ്ങാടി നേദിച്ച് നമ്മൾ വ്രതം തുടങ്ങിയിട്ട് തിരുവാതിര പൂർണ്ണമായും വ്രതം എടുത്ത് അടുത്ത ദിവസം നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നു. അപ്പം എട്ടങ്ങാടി എന്താണെന്ന് വെച്ചാൽ ചേന, ചേമ്പ്, ചെറിയ ചേമ്പ്, പിന്നെ പാൽ ചേമ്പ്, കൂർക്ക, കാച്ചിൽ, നേന്ത്രക്കായ, ചെറുകിഴങ്ങ് ഇത്രയും കിഴങ്ങ് വർഗ്ഗങ്ങൾ ചുട്ട് അതിൽ എള്ള്, പയറ്, മുതിര എന്നിവ വേവിച്ച് ചേർത്ത് ശർക്കരയും തേനും അതേപോലെ നെയ്യും ഒക്കെ ഒഴിച്ച് നേദിച്ച് ഭഗവാന് സമർപ്പിച്ചിട്ട് നമ്മൾ കഴിച്ചിട്ടാണ് വ്രതം തുടങ്ങുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ടിൽ ചുട്ടാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചെല്ലാത്തതും കുറച്ചെടുത്ത് ചുടുകയും പിന്നെ ബാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വേവിച്ച് ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സാക്കി നമ്മൾ ഭഗവാന് നേദിച്ചിട്ട് ഈ ഒരു പരിപാടി തുടങ്ങുന്നു. നേദിക്കാൻ വെക്കുമ്പോൾ ദശപുഷ്പങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ 10 പുഷ്പങ്ങൾ ഓരോ ദൈവങ്ങളെ സൂചിപ്പിക്കുന്നു. കറുക ആദിത്യനെയും, വിഷ്ണുക്രാന്തി ശ്രീകൃഷ്ണനെയും, തിരുതാളി മഹാലക്ഷ്മിയെയും, പൂവാങ്കുരുന്നില ബ്രഹ്മാവിനെയും, കയ്യൊന്നി ശിവനെയും, മുക്കുറ്റി പാർവതി ദേവിയെയും, നിലപ്പന ഭൂമിദേവിയെയും, ഉഴിഞ്ഞ ഇന്ദ്രദേവനെയും, ചെറുള യമധർമ്മ ദേവനെയും, മുയൽ ചെവിയൻ കാമദേവനെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ വേണ്ടത് അഷ്ടമംഗല്യാണ്. അത് ഒരു തളികയിൽ വാൽക്കണ്ണാടി, അലക്കിയ പുടവ, ചാന്ത്, ഗ്രന്ഥം, ചന്ദനം, ചാണ, ധാന്യങ്ങൾ, കൺമഷി, കറുക ഇത്രയാണ് വേണ്ടത് കേട്ടോ. ചന്ദനം ഉരയ്ക്കാനാണ് ചാണ വേണ്ടത്. പിന്നെ പൊട്ടിന് വേണ്ടി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കുങ്കുമം അല്ല വെക്കുക, ചാന്താട്ടത്തിന്റെ ചാന്താണ് വെക്കുക. ദാരുശില്പങ്ങളുള്ള അമ്പലങ്ങളിൽ, ദേവീക്ഷേത്രങ്ങളിൽ ചാന്താട്ടം നടത്തും, ആ ചാന്താണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ആ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ പിന്നെ ബാക്കി കാര്യങ്ങളും വ്രതാനുഷ്ഠാനം പോലെ എല്ലാം കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉപ്മാവോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. പിന്നെ നിർബന്ധമായിട്ടും കഴിക്കുന്ന സാധനങ്ങൾ
ഈ കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. ചുക്കാപ്പി കുടിക്കാം, പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള വെള്ളം കുടിക്കാൻ പാടില്ല, കരിക്കും വെള്ളമാണ് കുടിക്കുക. അതൊരു എനർജി ബൂസ്റ്റിന് വേണ്ടി ചെയ്യുന്നതായിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കുന്നതാണ് കൂവപ്പുഴുക്ക്, കൂവപ്പായസം. അത് ചിലയിടത്ത് തേങ്ങാ കഷ്ണങ്ങൾ നുറുക്കിയിട്ടുണ്ടാക്കും, ചിലയിടത്ത് തേങ്ങാ പാല് പിഴിഞ്ഞുണ്ടാക്കും. തേങ്ങാ പാല് പിഴിഞ്ഞുണ്ടാക്കിയാൽ കുറച്ച് ഇതേപോലത്തെ കളറാവും. തേങ്ങാ കഷ്ണങ്ങൾ നുറുക്കിയിടുവാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഗ്ലേസിങ്ങും അതേപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് പോലെ ഇരിക്കും. പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാ പുഴുക്കുകളാണ് നമ്മൾ കഴിക്കുക. മേൽപ്പറഞ്ഞ എട്ടങ്ങാടിക്ക് വെച്ച സാധനങ്ങൾ ചേർത്തിട്ടുള്ള പുഴുക്കുകൾ, അരപ്പുകൾ ചേർത്ത് ഉണ്ടാക്കിയിട്ടാണല്ലോ കഴിക്കുക. അതൊക്കെ ഭയങ്കര ബോഡിക്ക് ഹീറ്റ് നൽകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊരു കൂളിംഗ് എഫക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നമ്മുടെ കൂവപ്പായസം, കൂവപ്പൊടി കൊണ്ട് അരോറൂട്ട് പൗഡറിൻ്റെ പായസം ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിനൊരു തണുപ്പ് തരും. അതിന് വേണ്ടിയിട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ നോർമലി അന്നേ ദിവസം നമ്മൾ കഴിക്കുന്നത്. നമുക്ക് മെല്ലെ കഥയിലേക്ക് കടക്കാം. നമ്മുടെ സതീദേവി യക്ഷയാഗം നടക്കുന്നിടത്ത് അപമാനിതയായിട്ട് സ്വയം ജീവത്യാഗം ചെയ്തു തെറിഞ്ഞ് മഹാദേവൻ തപസ്സിലേക്ക് പോവുകയാണ്, ദക്ഷിണാമൂർത്തിയായിട്ട് തപസ്സിലേക്ക് പോവുകയാണ്. ആ സമയത്ത് തൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാനായിട്ട് ഹിമവാന്റെ പുത്രിയായിട്ട് പാർവതി ദേവിയായിട്ട് സതീദേവി പുനർജനിക്കുകയും വളരുകയും ചെയ്തു. ആ ഒരു പ്രായപൂർത്തിയാവുന്ന കാലഘട്ടം തൊട്ട് മഹാദേവനെ കല്യാണം കഴിക്കുന്നതും കുടുംബം നടത്തുന്നതും സ്വപ്നം കണ്ടിരുന്ന ദേവി വ്രതങ്ങളും പ്രാർത്ഥനയായിട്ട് മുമ്പോട്ട് പോയി. പക്ഷെ തപസ്സിലിരിക്കുന്ന മഹാദേവന്റെ മനസ്സ് മാറ്റാനായിട്ട് ദേവഗണങ്ങൾ ആരുടെ കാല് പിടിച്ചു? നമ്മുടെ കാമദേവന്റെ കാല് പിടിച്ചിട്ട് പറഞ്ഞു, മഹാദേവന്റെ എന്തായാലും ഈ ഒരു ഘോര തപസ് എങ്ങനെയെങ്കിലും മാറ്റി ദേവിയിൽ അനുരാഗം ഉണ്ടാക്കണം, അതിനുശേഷം അവര് കുടുംബം നടത്തണം എന്നുള്ള രീതിയിൽ പോവുകയും കാമദേവൻ എന്ത് ചെയ്തു? മഹാദേവന്റെ തപസ് ഇളക്കാനായിട്ട് പുഷ്പബാണ എയ്യുകയും അത് മഹാദേവനിൽ ക്രോധം ഉണ്ടാക്കി കാമദേവനെ തൃക്കണ്ണ് തുടർന്ന് ചുട്ടുകരിക്കുകയും ചെയ്തു. പിന്നീട് രതിദേവി കാല് പിടിച്ച് മഹാദേവന്റെ കോപമെല്ലാം തണുപ്പിച്ച് എല്ലാം ഓക്കെ ആയി അവർ കല്യാണമൊക്കെ കഴിച്ചു കേട്ടോ. പാർവതി ദേവിയും മഹാദേവനും കല്യാണം കഴിച്ചു സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിൽ ത്രേതായുഗത്തിൽ ഒരു വൈദികൻ ഒരു പുത്രി ഉണ്ടായി. പുള്ളിനെ നല്ലതായിട്ടൊക്കെ വളർത്തി. അവളും ഇതേപോലെ പ്രാർത്ഥനയും പൂജയായിട്ടൊക്കെ കഴിഞ്ഞു നല്ല ഹസ്ബൻഡിനെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾക്ക് നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടി. പക്ഷേ കല്യാണം കഴിഞ്ഞ് വേഗം തന്നെ അവളുടെ ഭർത്താവ് മരിച്ചു പോവുകയാണ്. ആ മരിച്ചു പോകുന്ന സമയത്ത് അവളുടെ ഹൃദയം പൊട്ടി അവൾ കരഞ്ഞു. കരയുമ്പോൾ എന്താണ് സംഭവിച്ചെന്നറിയാവോ? പൂമൂടി മാല ചൂടും നേരം കന്യ കരഞ്ഞിട്ടൊരൊച്ച കേട്ടു കൈലാസത്തിൽ മുറമുഴങ്ങി. അതായത് ആ കന്യയുടെ ആ ഒരു സ്ത്രീയുടെ ഒച്ച കേട്ട് കൈലാസം വിറച്ചു എന്നാ പറയുക. അത്രയും ഒച്ചത്തിൽ അവൾ കരഞ്ഞു. അപ്പൊ എന്താ ചെയ്തെന്നറിയാവോ? നമ്മുടെ പാർവതി ദേവി മഹാദേവനോട് പോയിട്ട് പറഞ്ഞു, എന്റെ ഭക്ത അവൾ എന്റെ എല്ലാ നൊയമ്പുകളും നോക്കുന്ന ആളാണ്, അവളുടെ ഭർത്താവിനെ ഇങ്ങനെ മാറ്റിയത് ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പൊ സാധാരണഗതിയിൽ മരിച്ചു കഴിഞ്ഞാലാണല്ലോ നമ്മൾ ഈറനെടുത്ത് ഇങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ പാർവതി ദേവി പരമശിവനോട് പറയുകയാണ്, ഇന്നവൾ ഈറൻ പിഴിഞ്ഞൊടുക്കിൽ ഞാനും ഇന്നങ്ങനെ നനച്ചൊടുക്കും, ഇന്നവൾ ഓലത്തടുക്കിലെങ്കിൽ ഞാനും ഇന്നോലത്തടുക്കിൽ തന്നെ, ഇന്നവൾ കൂന്തൽ അഴിച്ചിടുകിൽ ഞാനും ഇന്നീ കൂന്തൽ കെട്ടുകില്ല, ഇന്നവൾ കാന്തൻ ഇണ പിരിഞ്ഞാൽ ഞാനും തിരുമേനി തീണ്ടുകില്ല. അപ്പൊ ഇതിന്റെ അർത്ഥം പ്രത്യേകിച്ച് വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല. പാർവതി ദേവി ഒരു വാശിയിൽ തന്നെയാണ്, എനിക്ക് അവളുടെ ഹസ്ബൻഡിനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മളും ഇനി അങ്ങനെ തന്നെ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? പാർവതി ദേവിനെ അധികം വിഷമിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ മഹാദേവൻ എന്ത് ചെയ്തു? യമരാജന്റെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ച് എടുക്കുന്നത് എങ്ങനെയെന്നറിയാവോ? എരിക്കിന്റെ ഇലയിലാണ് ജീവൻ കൊണ്ടുവരുന്നത്. അവിടുന്ന് എരിക്കിന്റെ ഇലയിൽ ജീവൻ എടുത്ത് വെച്ച് അത് കൊന്നയില കൊണ്ട് മൂടി അങ്ങനെയാണ് കൊണ്ടുവന്ന് രണ്ടുപേരും കൂടിയാണ് നമ്മൾ ആ ഒരു പെൺകുട്ടിക്ക് തിരിച്ച് ഭർത്താവിന്റെ ജീവൻ കൊടുക്കുന്നത്. എന്നിട്ട് പാർവതി ദേവി പോയിട്ട് ആ പെൺകുട്ടിയോട് പറയുകയാണേ, നീ ചെന്നു കാണുന്നരുളി ചെയ്തു നിദ്രയുണർന്ന പോൽ ബുദ്ധിയും ശക്തിയും പൂർണ്ണമായി. അതായത് ഉറക്കത്തിൽ എണീറ്റ പോലെ തന്നെ പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി ഭർത്താവിനെ അവൾക്ക് തിരിച്ചു കൊടുത്തു. അപ്പൊ ആ ഒരു വ്രതവും ആ ഒരു ഭർത്താവിന് വേണ്ടിയിട്ട് അവൾ ചെയ്ത ഒരു കാഴ്ചയും ആ ഒരു ദൃഢതയും വാശിയും ഒക്കെ നമ്മൾ ആ ഒരു ചെയ്യണം. അതുപോ അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും ആ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താൻ പറ്റും. ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ഈ ഒരു വ്രതം എടുക്കുന്നത് കേട്ടോ. അപ്പൊ വ്രതത്തിൽ ആ ഒരു എരിക്കിന്റെ ഇലയിലാണല്ലോ ജീവൻ കൊണ്ടുവന്നത്. അതിനെ പ്രതിനിധീകരിച്ചിട്ടാണ് നമ്മൾ ദശപുഷ്പം ചൂടുന്നത്. ദശപുഷ്പത്തിന്റെ കൂടെ 2 പൂവും കൂടി ഉണ്ട്, അത് ഞാൻ പറയാം കേട്ടോ. ദശപുഷ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് ആ ഒരു പൂ ചൂടുന്നത് അത്രയും ദൈവങ്ങളും നമ്മളെ അനുഗ്രഹിച്ച് നമ്മുടെ കൂടെ തന്നെ തരണം എന്നുള്ള ഇതിലാണ് നമ്മൾ ആ ഒരു ഇതിന്റെ ബേസിസിലാണ് കേട്ടോ നമ്മൾ ദശപുഷ്പം പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നതും ചൂടുന്നതും ഒക്കെ.
അപ്പൊ ഈ പറഞ്ഞ ആ ഒരു കഥ വിവരിക്കുന്നതാണ് മംഗല ആതിര പാട്ട്. തിരുവാതിര നമ്മൾ പല അവസരങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? തിരുവാതിര കളി നമ്മൾ പല അവസരങ്ങളിൽ കൊണ്ട് നടക്കാറുണ്ട്. നമ്മൾ ഓണത്തിനൊക്കെ തിരുവാതിര കളി കളിക്കാറുണ്ട്. അതേപോലെ പല വിശേഷ അവസരങ്ങളിലും ഹിന്ദു കുടുംബങ്ങളിൽ അങ്ങനെ കല്യാണത്തിനൊക്കെ കളിക്കാറുണ്ട്. പക്ഷെ മംഗല ആതിര പാട്ട് പാടാൻ പാടില്ല എന്നാണ്. മംഗല ആതിര പാട്ട് നമ്മൾ തിരുവാതിരയുടെ അന്ന് മാത്രമാണ് പാടുകയും കളിക്കുകയുള്ളൂ. ബാക്കി എല്ലാ പാട്ടുകളും പാടിയിട്ട് നമുക്ക് തിരുവാതിര കളിക്കാൻ പറ്റും. പല പല പാട്ടുകളുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഐതിഹ്യം. അപ്പൊ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മകയിരത്തിന് നമ്മൾ എട്ടങ്ങാടി വെച്ച് നേദിച്ച് ഭക്ഷണം കഴിച്ച് പിരിയുന്നു. തിരുവാതിരയുടെ അന്ന് വെളുപ്പിനെ എണീറ്റ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൂട്ടുകാരെ എല്ലാം, അത് ഒറ്റയ്ക്ക് ചെയ്യുന്ന പരിപാടിയല്ലല്ലോ, ആ ഒരു നാട്ടിലെ സ്ത്രീജനങ്ങളെല്ലാം കൂടെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ എന്താവും, രാവിലെ തന്നെ വീട്ടിൽ നിന്ന് വെളുപ്പിനെ ഒരു 3 മണി ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് എണ്ണീറ്റിട്ട് അടുത്തുള്ള കുളത്തിൽ പോയിട്ട് എല്ലാവരും കൂടെ തുടിച്ചു കുളിക്കണം. തുടിച്ചുകുളിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആദ്യം തുടിച്ചു കുളിക്കുന്നതിന് പല സ്റ്റെപ്പുകളുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഗംഗയെ ഉണർത്ത് പാട്ടാണ്. അതായത് ഗംഗേനെ ഉണർത്തണം. ആ പാട്ട് ഈ വർഷം തിരുവാതിരയ്ക്ക് ഒരുപാട് റീൽസിൽ വന്ന പാട്ടാണ് കേട്ടോ. ഉണരൂണരൂ ഗംഗാദേവി ചെറുകുളത്തിൽ കുളിർപ്പരന്നു, ശ്രീപാർവതി നീരാടുന്നു പോരിൻ പോരിൻ തോഴിമാരെ. ധനുമാസത്തിൽ തിരുവാതിര, ഭഗവാൻ ഇന്ന് തിരുനാളാണ്, ഭഗവതിക്കും തിരുനോയമ്പ്, ഉണ്ണരുത് ഉറങ്ങരുത്, കുളിക്കണം പോൽ തുടിക്കണം പോൽ, ആടേണം പോൽ പാടേണം പോൽ, അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടാണ് കേട്ടോ. അത് ഭയങ്കര സ്ലോ റിതമിലാണ് പോവുക. അതിനകത്ത് പറയുന്നത് മൊത്തം തിരുവാതിര ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളതാണ്. ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് പറയുന്നത് മലര് വറക്കലാണ്. അതായത് ഒരു സ്പീഡ്, ആ ഒരു താളം കൂടുമ്പോൾ നമ്മൾ മലര് ചട്ടിയിലിട്ട് വറക്കുമ്പോൾ ഇത് മുകളിലേക്ക് ഇങ്ങനെ തെറിക്കൂലേ, അതേപോലെ വെള്ളം തെറിപ്പിച്ചിട്ട് കുളിക്കണം എന്നുള്ള രീതിയിലാണ് കേട്ടോ. ആ ഒരു പാട്ട് വരുമ്പോൾ അതേപോലെ പാട്ടിന്റെ സ്പീഡ് കൂടും, അവരുടെ താളം കൂടും, ആ ഒരു ആവേശം കൂടും, അങ്ങനെയാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുളത്തിന്റെ കൽപ്പടവിൽ വന്നിരിക്കുക. ഇരുന്നിട്ട് നമ്മൾ ആവണക്കിന്റെ കുരുവും പച്ചമഞ്ഞളും അരച്ച് പൊട്ടും തൊട്ട് ചാന്തൊക്കെ തൊട്ട് നമ്മൾ വീട്ടിലേക്ക് വരണം. അപ്പോൾ അതിനും കൂടി ഒരു കാര്യം, അതിനിടയ്ക്ക് വരുന്ന ഒരു മെയിൻ കാര്യമാണ്, നമ്മൾ കുളത്തിലേക്ക് കുളിക്കാൻ പോകുമ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുപോകണമല്ലോ. അതിനകത്തുള്ളതാണ് ഈ അഷ്ടമംഗല്യ വിളക്ക്, അതേപോലെ അലക്കിയ വസ്ത്രങ്ങൾ കൊണ്ടുപോകണം, പിന്നെ കുറേ നമ്മൾ ഈ ദശപുഷ്പങ്ങൾ കൊണ്ടുപോകണം. അതേപോലെ ആ കൊണ്ടുപോകുന്ന സാധനം നമ്മുടെ അഷ്ടമംഗല്യത്തിനകത്ത് നമ്മൾ അണിഞ്ഞൊരുങ്ങാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ, വിളക്ക്, വാൽക്കണ്ണാടി, ചാന്ത്, പൊട്ട്, കൺമഷി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ നേരത്തെ ഈ പറഞ്ഞ കഥയിൽ പറയുന്നില്ലേ, മരിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ ഈറനൊടുത്ത് വരിക എന്ന്. അതേപോലെ നമ്മൾ തിരുവാതിര ദിവസം മെയിനായിട്ട്, പിന്നെ നമ്മൾ എന്തെങ്കിലും വിശേഷമുള്ള ദിവസങ്ങളിൽ, നമ്മുടെ വീട്ടിൽ ആരുടെയെങ്കിലും പിറന്നാളോ നല്ല സന്തോഷമുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് നനഞ്ഞ ഡ്രസ്സ് ഉടുത്തിട്ട് വരാൻ പാടില്ല, മുടിയിൽ നിന്ന് വെള്ളം ഉറ്റാൻ പാടില്ല, ഈറൻ ഉടുക്കാനും പാടില്ല, എടുക്കാനും പാടില്ല എന്നാ പറയാ. അപ്പൊ നമ്മൾ കുളിച്ചിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ അവിടെ ഇട്ടിട്ട് വരിക, അത് പിഴിഞ്ഞ് നമ്മൾ എടുത്തോണ്ട് വരാൻ പാടില്ല. സാധാരണ നമ്മൾ കുളിച്ചിട്ട് കടവിൽ നിന്നൊക്കെ കുളിച്ചിട്ട് അലക്കിയ ഡ്രസ്സ് പിഴിഞ്ഞ് കൊണ്ടുവരുമല്ലോ. പക്ഷെ അന്നേ ദിവസം നമ്മൾ അരക്കാനും പിഴിയാനും എടുക്കാനും ഉടുക്കാനും ഒന്നും പാടില്ല. അപ്പൊ നമ്മൾ നാല് ഇടയുള്ള ഡ്രസ്സ് കൊണ്ടുപോകണം. നമ്മൾ ഉണങ്ങിയ തോർത്ത് അലക്കി അതായത് പുതിയത് അലക്കിയ തോർത്തുകളും ഡ്രസ്സുകളും നമ്മൾ കൊണ്ടുപോകണം. കോടി ഉടുക്കാനും പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പുതിയ ഡ്രസ്സ് മേടിച്ച് അലക്കി ഉണക്കിയിട്ടാണ് കൊണ്ടുപോവുക. കാരണം പുതിയ ഡ്രസ്സിൽ വെള്ളം പിടിക്കൂലല്ലോ വേഗം. അപ്പം നമ്മൾ അലക്കി കൊണ്ടുപോകുമ്പോൾ നന്നായിട്ട് ആ തോർത്തും എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് നല്ല ഡ്രസ്സും നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി വേണം നമ്മൾ വീട്ടിലേക്ക് വരാനായിട്ട്. അപ്പം മഞ്ഞളും ഈ ആവണിക്കും കുരു എല്ലാം ഇട്ട് നമ്മൾ കുളിച്ച് തേച്ച്, പിന്നെ മഞ്ഞളൊക്കെ തേച്ച് നമ്മൾ കുളിക്കുമല്ലോ, ആ ഒരു പണ്ടത്തെ രീതി വെച്ചിട്ട്. കുളിച്ചതിന് ശേഷം നമ്മൾ 108 വട്ടം പഞ്ചാക്ഷര മന്ത്രം ജപിക്കണം. അതിനുശേഷം എല്ലാ ദേവന്മാരെയും വെള്ളത്തിൽ നിന്ന് നമസ്കരിക്കണം. നമ്മൾ പുറത്ത് ഭൂമിയിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നതിൻ്റെ 100 ഇരട്ടി ഗുണം ചെയ്യും വെള്ളത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാലാണ് പറയുക. അതിനുശേഷം പിതൃക്കൾക്കൊക്കെ തർപ്പണം ചെയ്തിട്ട് എല്ലാ ദേവന്മാരെയും പ്രാർത്ഥിച്ചതിന് ശേഷം വടക്കോട്ട് ഒരു പ്രാവശ്യം മുങ്ങണം. അതായത് വടക്കോട്ട് മുങ്ങുന്നത് ഭൂമിദേവിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ക്ഷമ എന്നുള്ള നമ്മുടെ ആ ഒരു അവസ്ഥ നമുക്ക് കിട്ടാൻ വേണ്ടി, ക്ഷമ കിട്ടാൻ വേണ്ടി ഭൂമിദേവിയോട് വടക്കോട്ട് പ്രാർത്ഥിക്കണം എന്നാ പറയുക. അങ്ങോട്ട് പ്രാർത്ഥിക്കുക. വടക്കോട്ട് പ്രാർത്ഥിച്ചാൽ നമ്മൾ പല ദേവന്മാരുണ്ടല്ലോ, വടക്കോട്ട് പ്രാർത്ഥിക്കേണ്ട, ദക്ഷിണാമൂർത്തിനൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് വടക്കോട്ട് നോക്കിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അതിനുശേഷം ഛന്ദസ് ചൊല്ലി നമ്മൾ താലിമാല പ്രാർത്ഥിച്ച് 12 വട്ടം കൂടെ പഞ്ചാക്ഷരം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ.
അതിനുശേഷം വീട്ടിൽ വന്നിട്ട് കറുക നമ്മൾ കറുക പറിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് കറുകാരാധന നടത്തണം. ആദ്യം നമ്മൾ ഗണപതിക്ക് കൊടുക്കണം, നമുക്ക് വിഘ്നങ്ങളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ മുഖത്തിന് ഒഴിഞ്ഞിട്ട് 3 വട്ടം നമ്മൾ ആരാധന നടത്തണം, അതായത് നമ്മുടെ മനസ്സിന്റെ മാലിന്യങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ട്. പിന്നെ കാമദേവന് വേണ്ടിയിട്ട് 3 വട്ടം ആരാധന നടത്തണം, നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആ ഒരു ലൈഫ് നന്നായിട്ട് പോകാനുള്ള ആഗ്രഹങ്ങളും മാറ്റാം എല്ലാം നന്നായി നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സൂര്യദേവന് വേണ്ടിയിട്ട് പ്രാർത്ഥന നടക്കണം, ആയുസ്സും മോജസ്സും തേജസ്സും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അതിനുശേഷം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മളിതൊക്കെ നേരത്തെ അറേഞ്ച് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതിനുശേഷം അവിടെ നമ്മൾ തുളസിത്തറയുടെയോ അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ കറുകയും ചെറുവളയും വെച്ചിട്ടുണ്ടായിരിക്കും. കറുക നമ്മൾ വെക്കുന്നത് ബ്രഹ്മാവിന് വേണ്ടിയിട്ടും, അതായത് ചെറുവള വെക്കുന്നത് യമരാജദേവന് വേണ്ടിയിട്ടും. അപ്പം ജനനവും മരണവും ഒരേപോലെ, ബ്രഹ്മാവ് നമുക്ക് ജനനം നൽകുന്നുവെങ്കിൽ നമ്മുടെ യമദേവൻ നമുക്ക് മരണം നൽകുന്നു എന്നാണല്ലോ. അപ്പം ജനനവും മരണവും എല്ലാം നമ്മൾ ആ ഒരു ദിവസം ഓർമ്മയിൽ വേണം എന്നുള്ള രീതിയിലാണ് ആ പ്രാർത്ഥന നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അന്നേ ദിവസം നമ്മൾ പകൽ മൊത്തവും ഇങ്ങനെ ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും കളികളും വ്രതങ്ങളും പാട്ടുകളും നമ്മുടേതായ കളികളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. പക്ഷേ ഈ കുളി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതിന് മുമ്പേ കുളത്തിൽ ഗണപതി എന്ന് പറഞ്ഞ ഒരു ഇതും കൂടെ ഉണ്ട് കേട്ടോ. അതായത് കുളത്തിൽ കടവിൽ നിന്നിട്ട് തന്നെ വിളക്കെല്ലാം കൊണ്ടിട്ടാണല്ലോ നമ്മൾ പോവുക. അവിടെ നിന്നിട്ട് തന്നെ ഒരു 2-3 സ്റ്റെപ്പ് അവിടെ നിന്ന് കളിക്കണം, ഗണപതിക്കും സരസ്വതിക്കും ഒക്കെ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കളിച്ചിട്ടാണ് നമ്മൾ പിന്നെ വീട്ടിലേക്ക് വന്ന് കറുകാരാധനയൊക്കെ നടക്കുന്നത്. അപ്പോൾ അന്നേ ദിവസം മൊത്തം തിരുവാതിര നക്ഷത്രത്തിൽ മൊത്തം കൂടെ ആ സ്ത്രീകൾ 108 വെറ്റില മുറുക്കണം, 3 കൂട്ടി മുറുക്കണം എന്നാണ് പറയുക. വെറ്റില, അടയ്ക്ക, ചുണ്ണാമ്പ് ഇത്രയും കൂടെ കൂട്ടിയിട്ട് മുറുക്കി ആ ഒരു ദിവസം, അതായത് അന്ന് മൊത്തം പാടി കളിക്കേണ്ടതാണ്. സയന്റിഫിക്കലി നോക്കുകയാണെങ്കിൽ പാടി കളിക്കേണ്ടതാണ്. അപ്പൊ ഈ വെറ്റിലൊക്കെ മുറുക്കുന്ന സമയത്ത് നമുക്കൊരു തൊണ്ടയ്ക്കൊരു റിലീഫിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അതിനുശേഷം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഉപ്മാവ് അല്ലെങ്കിൽ റവയുടെ എന്തെങ്കിലും അല്ലെങ്കിൽ ഗോതമ്പിന്റെ എന്തെങ്കിലും രാവിലെ ഭക്ഷണം കഴിക്കുന്നു. അതേപോലെ കൂവ കുറുക്കി കൂവ പായസം കഴിക്കുന്നു. അതേപോലെ പിന്നെ പുഴുക്കുകൾ, ഈ എട്ടങ്ങാടി നമ്മൾ നേരിച്ചില്ലേ അതേ സാധനങ്ങൾ കൊണ്ട് അരപ്പും കൂടി ചേർത്തിട്ട് ലേശം ഒരു പൊടിക്ക് ശർക്കര ഇട്ടിട്ട് അങ്ങനെ, ഈ ഉള്ളിയൊന്നും ഇടില്ലല്ലോ അന്ന്, നമ്മൾ പൂജകൾക്കൊന്നും ഉള്ളി ഉപയോഗിക്കില്ലല്ലോ. അപ്പം അങ്ങനെ അതെല്ലാം കൂട്ടി ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചോട്ടില് നമ്മുടെ പാതിരാപ്പൂ കൊണ്ടുവച്ചിട്ടുണ്ടാവും. പാതിരാപ്പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുവന്ന കളറിലുള്ള കൊടുവേലിയും അതേപോലെ അടയ്ക്കാമണിയനുമാണ്. ഈ 2 പൂക്കൾ കൊണ്ട് ഇങ്ങനെ കുറേ അധികം അങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ പൂവ് ഒരു പെൺകുട്ടി, അതായത് ഒന്നെങ്കിൽ ഇപ്പം പുതിയതായിട്ട് കല്യാണം കഴിച്ച പെൺകുട്ടി, അതിന് ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടുള്ള തിരുവാതിരയ്ക്ക് പൂത്തിരുവാതിര അല്ലെങ്കിൽ പുത്തൻ തിരുവാതിര എന്നാണ് പറയുന്നത്. അതേപോലെ അതിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന കുട്ടി, അല്ലെങ്കിൽ ഉടനെ തന്നെ പ്രായപൂർത്തിയായിട്ട് കല്യാണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ ആരെങ്കിലും ആണ് ഈ പൂ ഹണ്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഹണ്ട് ചെയ്തെടുക്കേണ്ട പണ്ടത്തെ ആ ഒരു സമയത്ത് പാർവതി ദേവിയുടെ ഒക്കെ ആ ഒരു സമയത്ത് പൂ പറിക്കാൻ പോയിരുന്ന ആ ഒരു ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ ആരെങ്കിലും ഈ ഒരു പൂ കൊണ്ട് ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അത് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു പ്രോസസ്സ്, അതൊരു വൈകുന്നേരം ഒരു ചടങ്ങായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ 1, 2, 3 അങ്ങനെ 10 വരെ നമ്പർ ഇടയ്ക്ക് വരുന്ന രീതിയിലുള്ള പാട്ടുകൾ പാടിയിട്ടാണ് ചെയ്യുന്നത്. ആയിരഞ്ഞി പൂപറിക്കാൻ പോരിൻ പോരിൻ തോഴിമാരെ ഞങ്ങളാരും പോരുന്നില്ല. മതിലകത്ത് കണ്ണനുണ്ട് അമ്പുമുണ്ട് ഇതുപോലും മതിലകത്ത്. അപ്പൊ അങ്ങനെ പാടി എല്ലാവരും കൂടെ ആ പൂത്തിരുവാതിരയുള്ള കുട്ടീനെ അല്ലെങ്കിൽ കുട്ടികളെയും കൊണ്ട് അവിടേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഈ ഒരു പൂ കണ്ടു കഴിയുമ്പോൾ അവിടെ ആ വെച്ചിരിക്കുന്ന വൃക്ഷത്തിന്റെ ചോട്ടിൽ കുറച്ച് പൂജകളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് അവിടെ വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ അതിന്റെ പേരിലും കുറച്ച് പാട്ടുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ആ പാട്ടുകളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച്
പൂ എടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരണമല്ലോ. അപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മളൊക്കെ ഫ്ലാറ്റുകളിലും അങ്ങനെ ജീവിക്കുന്നതാണ്. അതല്ലെങ്കിൽ എല്ലാവരും കൂടി ഒത്തുകൂടി ഒരു വീട്ടിൽ, പൂത്തിരുവാതിരയുള്ള വീട്ടിൽ അല്ലെങ്കിൽ ആരുടെ വീട്ടിലാണോ സൗകര്യമുള്ളത് ആ വീട്ടിലാണ് നടത്തുക. അപ്പൊ ആ വീട്ടിലേക്ക് നമ്മൾ വരണം. ഇപ്പൊ ദാ നമ്മളൊരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ നമ്മുടെ പാതിരാപ്പൂ വെച്ചിട്ടുണ്ട്. ആ പാതിരാപ്പൂവ് ഇങ്ങനെ എടുത്ത് പൂജ ചെയ്ത് എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ബാക്കി പരിപാടികൾ ചെയ്യണം. അങ്ങനെ ഈ പാട്ടും 10 വട്ടം പാലയ്ക്ക് നീരൊക്കെ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് ദശപുഷ്പമല്ല നമ്മുടെ പാതിരാപ്പൂ എടുത്തിട്ട് വരണം. അപ്പൊ ഈ ദശപുഷ്പങ്ങൾ എല്ലാ സ്ത്രീകൾക്കും വേണം എന്നാണ് കേട്ടോ പറയാ. എല്ലാവരുടെ ആ ഒരു കെട്ട് എരിക്കിന്റെ ഇലക്കകത്ത് അറിയാലോ, നേരത്തെ പറഞ്ഞ പോലെ ദശപുഷ്പങ്ങൾ വെച്ചിട്ട് കൊന്നയില കൊണ്ട് കെട്ടി ഒരു കെട്ടായിട്ട് എല്ലാവരും അവർക്ക് വേണ്ടി കരുതണം എന്നാണ് പറയാ. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു സെറ്റേ ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് കുറച്ച് പിച്ച് എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷെ പണ്ടൊക്കെ അങ്ങനെയല്ല, എല്ലാവർക്കും അവരുടേതായ ഒരു കെട്ട് വേണം. പാതിരപ്പൂ മാത്രം കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് കുറച്ച് പിച്ച് എല്ലാവർക്കും കൊടുത്തിട്ട് എല്ലാവരുടെയും തലയിൽ ഇങ്ങനെ ചൂടിയിട്ടാണ് തിരുവാതിര കളിക്കുക. അപ്പൊ ഇനി പാതിരാപ്പൂ എടുത്ത് വീട്ടിലേക്ക് നമുക്ക് തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ വഞ്ചിപ്പാട്ട് പാടിയിട്ട് വേണം കേട്ടോ പോവാനായിട്ട്. ആർപ്പ് വിളിച്ച് നാടിനെ മൊത്തം ഉണർത്തി അങ്ങനെ ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കി വഞ്ചിപ്പാട്ട് അറിയാമല്ലോ, നമ്മൾ ആറന്മുള വഞ്ചിപ്പാട്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നല്ലോ. അപ്പൊ ആ ഒരു ആവേശത്തോടു കൂടി വേണം പോവാനായിട്ട്. അങ്ങനെ ഈ നമ്മുടെ പാതിരാപ്പൂ എടുത്തുകൊണ്ട് മങ്കമാര് അല്ലെ സ്ത്രീകളെല്ലാരും കൂടെ വരുന്നു. വന്നിട്ട് നമ്മുടെ വീടിന് മുറ്റത്ത് തിരുവാതിര എവിടെയാണോ കളിക്കുന്നത് അവിടെയെല്ലാം അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അവിടേക്ക് എത്തിക്കുന്നു. അതിനുശേഷം
നമ്മുടെ അതായത് പൂത്തിരുവാതിരയുള്ള പെൺകുട്ടി അല്ലെങ്കിൽ ആരാണോ വീട്ടിലെ ഏറ്റവും മുതിർന്ന ആളോ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ആളോ, ഇവർ രണ്ടുപേർക്കാണ് കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുക്കുന്നത്. എന്നാലും കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള രീതിയിൽ എന്താണ് പൂജ ചെയ്യും. പൂജ ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇത് കൊണ്ടുവച്ചിട്ട് ദിക്കാരാധന ചെയ്യും. അതായത് ഈ ഒരു പാതിരാപ്പൂ കൊണ്ട് തന്നെ നമ്മുടെ 4 ദിക്കുകളുടെ കോണിലേക്കും ആരാധനകളൊക്കെ ചെയ്യും. അതിനുശേഷം മുകളിലേക്ക് ചെയ്യും. മുകളിലേക്ക് നമ്മൾ ഈ ഒരു പാതിരാപ്പൂ കൊണ്ട് തന്നെ ആരാധന ചെയ്യും. അതായത് ചന്ദ്രനും രോഹിണിക്കും വേണ്ടിയിട്ട് മുകളിലേക്ക് ഇങ്ങനെ വീശി പൂ കൊടുത്തതിന് ശേഷം ആ പൂ താഴെ വീരുന്നതിന് മുമ്പേ നമ്മൾ നമസ്കരിച്ച് തൊഴണം എന്നാണ്. അതിനുശേഷം നമ്മൾ മംഗളാതിര പാട്ട്, നേരത്തെ പറഞ്ഞ ആ സ്റ്റോറിയുടെ അടിസ്ഥാനമാക്കിയ പാട്ട് പാടി നമ്മൾ തിരുവാതിര കളിച്ച്, അപ്പം അതിൻ്റെ സ്റ്റെപ്പുകളെല്ലാം അതിൻ്റെ ട്രഡീഷണലി പഠിപ്പിക്കുന്നിടത്ത് നമ്മൾ കളരി ഉണ്ടല്ലോ, തിരുവാതിര കളരിയിലൊക്കെ പഠിക്കാം ഉള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം. അപ്പം അത് പാടി കളിച്ച് അന്നത്തെ ദിവസം തീർക്കണം എന്നാണ്. അപ്പം ആ ഒരു അടുത്ത ദിവസം രാവിലെ ആയി കുളിച്ച് അമ്പലത്തിൽ തൊഴുന്നിടം വരെ ഉള്ള സമയത്ത് നമ്മൾ ഈ 108 വെറ്റിലകൾ മുറുക്കണം. അതിനിടയ്ക്കുള്ള നമുക്ക് രസകരമായ കളികളൊക്കെ കളിക്കാം. ഈ ഇന്നത്തെ കാലത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും കളിക്കാം. നമ്മുടെ കളികളൊക്കെ കളിച്ച് നേരം പോക്കുണ്ടാവണം. എന്നിട്ട് ഈ ഒരു പൂവ്, നമ്മുടെ പാതിരാപ്പൂ എല്ലാവരും കുറച്ച് ചൂടണം. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അവർക്കൊക്കെ ചൂടിച്ചു കൊടുക്കും. ആരാധനകൾ എല്ലാ കുട്ടികളും ചെയ്യണം. സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇതേപോലെ പൂജകൾ ചെയ്യണം. അങ്ങനെ നമ്മുടെ ഒരു കുടുംബത്തിന്റെ ഐക്യത്തിനും സമാധാനത്തിനും, ഭർത്താവിന് ആരോഗ്യം ഉണ്ടെങ്കിൽ ആ കുടുംബം സ്റ്റേബിൾ ആണെന്നല്ലേ പറയുക. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പൂജകൾ ചെയ്യും. അപ്പോൾ അതായത് മഹാദേവനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചതിന് ശേഷം ദേവി എങ്ങനെയൊക്കെയാണോ സന്തോഷിച്ചത് ആ രീതിയിലൊക്കെ നമ്മൾ സന്തോഷിക്കണം എന്നാണ് പറയുക. അതായത് ഊഞ്ഞാലാടിയിട്ട് കൂട്ടുകാരുടെ കൂടെ ഡാൻസ് കളിച്ച്, ഊഞ്ഞാലാടി, വെറ്റില മുറുക്കി, പാട്ടുപാടി, ആടിക്കളിച്ച്, കോൽക്കളി കളിച്ച്, കൈകൊട്ടിക്കളി കളിച്ച് എല്ലാ രീതിയിലും സന്തോഷിച്ച് വേണം ആ ഒരു ദിവസം സ്ത്രീജനങ്ങൾ കൊണ്ടാടാൻ വേണ്ടി പറയുക. അപ്പം അങ്ങനെ ആഘോഷകരമായിട്ട് നമ്മുടെ എൻ്റെ ചേച്ചിയും ടീമും നടത്തിയ ഒരു പരിപാടിയാണ്. ചേച്ചി എനിക്കൊന്നും 1 വർഷം പോലും മുടങ്ങാതെ ചെയ്യാറുണ്ട്. ഒരു സന്തോഷമല്ലേ. അപ്പം ഞാൻ ഈ പ്രാവശ്യം ചേച്ചിയോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ സംഘടിപ്പിച്ച് തരാമല്ലോ നിനക്ക് വീഡിയോസൊക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി സംഘടിപ്പിച്ച് തന്ന ചേച്ചിയുടെ ടീമിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിലല്ലേ കാണുമല്ലേ. അപ്പം അങ്ങനെ ഇങ്ങനെ വീടിൻ്റെ ഉമ്മറത്തേക്ക് വരികയാണ്. വീടിൻ്റെ മുറ്റത്ത് നിന്നിട്ടാണല്ലോ തിരുവാതിര കളിക്കുക. അങ്ങനെ വീടിൻ്റെ മുറ്റത്തെത്തി ഭഗവാന് മേൽ പറഞ്ഞ പോലെ എല്ലാം നീതിച്ച് എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട് തിരുവാതിര കളിക്കുന്നു. തിങ്കൾ രാമൻ നല്ലു കുലത്തിങ്കൾ സീത നല്ലു മണ്ണം പൂണ്ടു ലക്ഷ്മി ഭക്ഷീര ചന്ദ്രമോദം കല്ലു വേണമോ നാരായണ 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 രാധാ ഗോവിന്ദ പാലിക്കുന്ന നന്ദഗോപൻ ശൗരിയോടും ശിശുക്കന്നെ വാങ്ങിയതാം കല്ലു വേണമോ േക്കാൾ പകരമായി കൊടുക്കയിൽ സുഖമാക്കുമെന്നായി തീർന്ന കല്ലു വേണമോ വല്ലഭ സ്ത്രീ വികാരത്തിൽ പൂജകഞ്ച ഗോരകത്തിൽ നല്ലവണ്ണം രസിച്ചതാം കല്ലു വേണമോ നാരായണ 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 രാധാ ഗോവിന്ദ സുഖങ്ങളിൽ മുഴുകിയ മഹാജനം കൂടും നല്ല കല്ലു വേണമോ കല്ലു വേണമോ കല്ലു വേണോ നീല നീളം പോലും നല്ല കല്ലു വേണം നല്ല വൈകിട്ടേരോലുന്ന കല്ലു വേണമോ ഏവം പരരക്ഷയ്ക്കായി കല്ലു വിൽക്കും ജോലിക്കെന്നെ അവസൂരോ ദേശം തോറും ചുറ്റിപ്പിക്കുമോ നാരായണ 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 ശങ്കരദേവനുമപ്പോൾ തന്നെ മഹാരാമങ്ങൾ
പുണ്യാഗ്രഹത്തിലെഴുന്നള്ളിയിട്ട്. അപ്പൊ തിരുവാതിര, ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം അധികം കഥകളും ഐതിഹ്യങ്ങളും ഉള്ള ഒരു പരിപാടിയാണ്. അത് ആഘോഷിക്കാൻ പറ്റുന്ന വീടുകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന വീടുകൾക്ക് അതൊരു വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് മഹാദേവന്റെ അമ്പലം വീടിന് ചുറ്റോട് ചുറ്റും ഉള്ളവർക്ക് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പരിപാടിയാണ്. ഓണത്തിനെക്കാട്ടിലൊക്കെ വലുതായിട്ടാണ് ഇത് ആഘോഷിക്കുക. ഓണം കേരളക്കാർ മൊത്തം ആഘോഷിക്കുന്നുവെങ്കിലും ഇത് നമ്മുടെ കേരളത്തിലെ ഹിന്ദു സമൂഹം ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്. അപ്പം സ്ത്രീകളുടെ ഒരു കലാരൂപം എന്നുള്ള രീതിയിലാണ്, ആ ഒരു സന്തോഷത്തിന്റെ ഒരു കലാരൂപം എന്നുള്ള രീതിയിലാണ് തിരുവാതിര എല്ലാ സ്ഥലത്തും ആ ഒരു സമയത്ത് ആഘോഷിക്കുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ ചേച്ചിയുടെ ടീം. അപ്പോൾ ആ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ. എന്താണ് എൻ്റെ അറിവില് എപ്പോഴെങ്കിലും ഇത് കാണുന്ന ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരാളുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? കാരണം ഞാൻ എൻ്റെ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇപ്പൊ എവിടെയാ നിങ്ങൾ പോയിട്ട് തുടിച്ചു കുളിക്കുന്നതൊക്കെ ചേച്ചി പറഞ്ഞപ്പോൾ പറഞ്ഞു, എടി ഇതാണ് കഥ. പക്ഷെ നമ്മളിപ്പോ തുടിച്ചു കുളിക്കാൻ കുളമില്ലാത്ത സാഹചര്യത്തിൽ ഷവറിലങ്ങ് തുടിച്ചു കുളിച്ചോളാം, അതാണ്. അപ്പൊ എന്നാലും എത്രത്തോളം പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും ആ ഒരു നമ്മുടെ റൂട്ടിൽ തന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഭാവിയിലെ ഒരു കുടുംബത്തിൽ 1000 പെൺകുട്ടികളുണ്ടെങ്കിൽ അതിൽ ഒരാളെങ്കിലും ആ ഒരു റൂട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ? അപ്പൊ എന്റെ വീട്ടിൽ ഇതിനെക്കുറിച്ചൊക്കെ നല്ല ഗ്രാഹ്യമുള്ളത് ചേച്ചിക്കാണ്. അപ്പൊ ചേച്ചിയുടെ ഒരു ഇതാണ് കേട്ടോ. എനിക്ക് സന്തോഷം. എനിക്കിപ്പോ വ്രതം എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ ഇവിടെ ഇങ്ങനെ ഒരു ടീമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ സാഹചര്യങ്ങളോ ഒന്നുമല്ല. എന്നെക്കൊണ്ട് പറ്റുന്ന പരിമിതമായ രീതിയിൽ നമുക്ക് വ്രതം എടുക്കാമെന്ന് മാത്രമേ പറ്റുന്നുള്ളൂ. ഈ പറഞ്ഞ രീതിയിൽ ഈ കഥകളൊക്കെ അറിഞ്ഞു വെച്ച് മനസ്സാൽ പ്രാർത്ഥിച്ച് വ്രതം എടുക്കുക, അത്ര തന്നെ. ജടയുമുള്ളിൽ വിലസുന്ന ഗംഗയും അടിയനെന്നു മഴൽ പോക്കണം സ്കന്ധമാർന്നു ഇടതൂർന്നുമുഗ്രവിഷ സർപ്പനേറി ഇഴയുന്നൊരാ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് ഒരു ധനുമാസത്തിലെ തിരുവാതിര സന്തോഷം. നമ്മൾ പ്രാർത്ഥിക്കുക. നല്ല ഇങ്ങനത്തെ ഇതൊക്കെ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ വിശ്വാസമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തിരുത്തം ഉണ്ടെങ്കിൽ പറയുക, ക്ഷമിക്കുക കേട്ടോ. താങ്ക്